രക്ഷാദൗത്യം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ തുടരുന്നത്? ലോക്കൽ സിവിലിയനെ കൊണ്ട് മാപ്പിംഗ് ചെയ്ത ശേഷമാണ് നമ്മുടെ ഇതൊരു എൻറ്റയർ വാസ്റ്റ് ഏരിയ ആണ്. ഒരു 100 ഏക്കറുള്ള സ്ഥലമാണ്. അതുപോലെ 25 കിലോമീറ്റർ അകലെയുള്ള പോത്തുകല്ലിൽ നിന്നാണ് നമ്മൾ ബോഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കറണ്ട് ഫ്ലോ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രിഡ്ജ് തന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം കൊണ്ടാണ് അത്രയും വലിയ ഹാർഡ് ഓബ്ജക്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മളെ മാൻ പവർ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ മാൻ പവർ യൂസ് ചെയ്യുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ പേഴ്സൺസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ സഹോദര ഇതായ സിവിൽ ഡിഫൻസിൻ്റെ ഉണ്ട്, ആപദാമിത്രയുണ്ട്. തമിഴ്നാടിൽ നിന്ന് പോലും ഇപ്പോൾ 16 നമ്പേഴ്സ് തമിഴ്നാട് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ ഏകോപിച്ച് 13th ബ്രിഡ്ജിൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ 13th ബ്രിഡ്ജിൻ്റെ അവിടെ 2 ബോഡി കിട്ടിയാണ്. ഇപ്പോൾ 4 ബോഡി സ്കൂളിൻ്റെ അവിടെ നിന്ന് 4 ബോഡി കിട്ടി. നേരത്തെ 2 നമ്മുടെ ദൃശ്യത്തിൽ കണ്ടത്. 4 മൃതദേഹങ്ങൾ കണ്ടു അല്ലേ? 4 അവരുടെ പേര് വിവരങ്ങളില്ല. അത് 4 എലൈവാറ്റും കിട്ടി. ആ എലൈവാറ്റ് അത് കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വേഗമായിട്ടുള്ള സെർച്ചല്ല, നമ്മളൊരു സ്മാർട്ട് സെർച്ചാണ് നടത്തുന്നത്. ഇപ്പം ഞാൻ ഒരു പോസിബിലിറ്റി ഉപയോഗിച്ചാണ് ഇപ്പം 10 ഹിറ്റാച്ചി ഇവിടെ ഇറക്കിയിരിക്കുന്നത്. മാൻ പവറും മെഷീൻ പവർ ഉപയോഗിച്ചാണ്. പിന്നെ മൈൻ പവർ 3M ഉപയോഗിച്ചാണുള്ള ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാസ്റ്റായിട്ടുള്ള സെർച്ചിങ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ സെഡിമെൻറ്റ്സ് എല്ലാം വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഈ കറണ്ട് ഫ്ലോ ഈ നേരത്തെ ഉണ്ടായിരുന്ന ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വന്ന് മറ്റേ വലിയ റോക്സ് വന്ന് സെഡിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും നമ്മളെ ബോഡി വന്ന് അടിഞ്ഞു കൂടിയിട്ട് മഡ് അതിൻ്റെ മേളിൽ നിറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 10 ഫീറ്റിലുള്ള ഹൈറ്റിൽ സാൻഡ് എക്സ്കവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. നമ്മളൊരു ബോഡിയെ പോലും എല്ലാ ഭാഗവും കവർ ചെയ്യാനുള്ളതാണ് നമ്മളെ ടെക്നിക്ക് എന്ന് പറയുന്നത്. എല്ലാ ഭാഗവും കവർ ചെയ്ത് പോവുക. പിന്നെ നമ്മളെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. ആ സ്കൂബ ഡൈവേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മളെ ഈ റിവർ സൈഡിൻ്റെ ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും സെർച്ച് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പം 2 മണിക്ക് സെർച്ചിങ് ആരംഭിക്കുന്നത്. നമ്മൾ ആമേഴഞ്ചാം തോടിൽ വർക്ക് ചെയ്ത സ്കൂബ ഡൈവേഴ്സ് ഇവിടെ ഉണ്ട്. ഒരു 15 നമ്പേഴ്സ് ഉണ്ട്. അവരെ ഉപയോഗിച്ച് ഇവിടുന്ന് സൂചിപ്പാറ വരെ ഒരു 2 കിലോമീറ്റേഴ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ചിങ് ചെയ്യുക. ബാങ്ക്സിൽ, റിവർ ബാങ്ക്സിൽ 2 കരയിലും അവിടെ വന്ന് ചിലപ്പോൾ അടിഞ്ഞുകൂടാം. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യാനുള്ളതിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോസിബിൾ ടെക്നിക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തും വെള്ളാർമല സ്കൂൾ പരിസരത്തുനിന്നുമായി ഇന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ടും 4 മൃതദേഹങ്ങൾ അത് സ്ത്രീ പുരുഷൻ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും? അല്ല, അത് ഇന്നലെ ഐഡന്റിഫൈ ചെയ്തായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ 13th പാലം ഒരു ലേഡിയും ഒരു മെയിലുമാണ് ഐഡന്റിഫൈ ചെയ്തത്. ഇന്ന് ഞാനിപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് കണക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് 4 നമ്പേഴ്സ് പേഴ്സൺ മാത്രമേ, ഹ്യൂമൻ ലൈഫ്സ് മാത്രമേ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സ്കൂബ ഡൈവിംഗ് വിദഗ്ധരെ കൂടി നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മുടെ തന്നെ വിങ്ങായ സ്കൂബ ഡൈവേഴ്സ് അവരെയും കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി ഈ റിവർ സ്ട്രീമിൻ്റെ 2 സൈഡും ഇവിടുന്ന് ഒഴുകി പോത്തുകല്ല് വരെയാണല്ലോ പോകുന്നത്, സൂചിപ്പാറ വാട്ടർഫാൾസ് വരെ. അപ്പോൾ ആ റിവർ സ്ട്രീമിൽ ഈ ഒരു 1 കിലോമീറ്റേഴ്സ് 2 കിലോമീറ്റേഴ്സ് 2 സൈഡും ബാങ്ക്സ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഈ പുഴയോരങ്ങളിൽ എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പുഴയോരങ്ങളിലാണ് ആ ന്യൂ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് 38 മൃതദേഹങ്ങൾ കിട്ടിയത്. പുഴയിലെ ബാങ്കാണ്. അപ്പം ബാങ്ക്സിൽ അടിഞ്ഞുകൂടിയാണ്. എസ് ടൈപ്പിൽ വന്ന് കറണ്ട് അവിടെ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് സൈഡിലേക്ക് കയറുകയാണ്. അപ്പം ബോഡിയും കൂടെ ആ ഫ്ലോയിൽ വന്നങ്ങ് കയറുകയാണ്, അടിഞ്ഞാണ്, സെഡിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സാധാരണ ഒരു സ്വാഭാവികമായ ഒരു കറണ്ട് ഫ്ലോ ആണെങ്കിൽ അങ്ങ് ഒഴുകി എവിടെ എത്തും, പോത്തുകല്ലിലെത്തും. അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ നടുക്കുണ്ടെങ്കിൽ, അതാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്ന ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സൈഡിലും കൂടെ അത് സെഗ്രിഗേറ്റ് ചെയ്യും. അപ്പോൾ ആ സൈഡും കൂടെ നമ്മൾ കവർ ചെയ്യേണ്ടത് സെർച്ചിൽ. ഈ ന്യൂ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് മുണ്ടക്കൈ ന്യൂ പോസ്റ്റ് ഓഫീസാണ് വരിക? അല്ല, മുണ്ടക്കൈ അല്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്ന് വെച്ചാൽ മേപ്പാടി. നമ്മൾ മേപ്പാടിയിലേക്ക് പോകുന്ന പോസ്റ്റ് ഓഫീസാണ്. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഈ റിവർ ബാങ്കിന്റെ കരയിൽ 13th പാലത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് അവിടെയാണ്. മറ്റൊന്ന് ഈ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് ഇന്നലെ വരെ 39 മൃതദേഹങ്ങൾ ഇന്നലെ വരെ കണ്ടെത്തി. അതുകൂടാതെയാണ് ഈ 38. വെള്ളാർമല വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് അല്ല, വെള്ളാർമല ന്യൂ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് ഓൾഡ് പോസ്റ്റ് ഓഫീസ്. അത് ന്യൂ പോസ്റ്റ് ഓഫീസിന്റെ അവിടെയാണ് 38. അതാണ് അവിടെയാണ് 38. അത് ഈ റിവർ ബാങ്ക്. ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം വയനാട് ജില്ലാ ഓഫീസർ SL ദിലീപാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് വിശദമായി തന്നെ
രക്ഷാദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ 10 അടി താഴ്ചയിൽ വരെ മണ്ണെടുത്തുകൊണ്ട് അതിനകത്ത് ഈ മൃതശരീരങ്ങൾ ഉണ്ടാകാമെന്ന ഒരു നിഗമനത്തിലാണ്. ഇന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം അദ്ദേഹം ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു. 4 മൃതദേഹങ്ങളാണ് ഈ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ 2 നമ്മുടെ ദൃശ്യത്തിൽ നിന്നും കണ്ടത്. പക്ഷേ അതല്ലാതെ തന്നെ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. അങ്ങനെ 4 മൃതദേഹങ്ങൾ ഇന്ന് ഇവിടെ നടന്ന ഈ രക്ഷാദൗത്യത്തിൽ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. 10ഓളം ഹിറ്റാച്ചികളും JCBകളും പുഴയിലേക്ക് തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ശ്രമകരമായ ഒരു നീക്കമാണ്, മികച്ചൊരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞു 3M, അതായത് ഒന്ന് മനുഷ്യസാധ്യമായ കാര്യം, മറ്റൊന്ന് യന്ത്ര സാധ്യമായ കാര്യം, ഒപ്പം തന്നെ മറ്റ് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം നടത്തുന്നു. ഏറ്റവും പുതിയൊരു വിവരം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ആമയിഴിഞ്ചാൽ തോട്ടിൽ രക്ഷാദൗത്യം നടത്തിയ സ്കൂബ വിദഗ്ധർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് ഇവിടെ ഈ നദിയിൽ 2 കിലോമീറ്റർ ദൂരം സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ അവർ തിരച്ചിൽ നടത്തും. ആമയിഴഞ്ചാൽ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സ്കൂബ ഡൈവിംഗ് വിദഗ്ധർ അവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ ഈ സൂചിപ്പാറ വഴിയുള്ള 2 കിലോമീറ്റർ ദൂരം അവർ പരിശോധിക്കുമെന്ന് പറയുന്നു. ഈ പുതിയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും 38 മൃതശരീരങ്ങൾ ഇതുവരെയായി കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഈ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ഇന്ന് മാത്രം 4 മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു. ഇനിയും മൃതദേഹ അവശിഷ്ടങ്ങൾ ഇതിനകത്തുണ്ടാകുമെന്നാണ് ഈ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. റിയാസ്, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 4 മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. രക്ഷാ ദൗത്യം അവിടെ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമായി തുടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക്